എല്ലാ ഓണക്കാലങ്ങളിലും ആറ്റിങ്ങൽ നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പക്ഷേ ഇക്കുറി അതുണ്ടായില്ല. ആറ്റിങ്ങൽ പോലീസിൻ്റെ ദീർഘവീക്ഷണമുള്ള ഇടപെടലുകളാണ് ഇതിന് കാരണം. ഇതിന് ആറ്റിങ്ങലിലെ വ്യാപാരി സമൂഹം ആറ്റിങ്ങൽ പോലീസിന് ഒരു ബിഗ് സല്യൂട്ടാണ് നൽകുന്നത്. ഒപ്പം അയിലം പാലത്തിൽ നിന്നും നദിയിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവിനെ അവസരോചിതമായ ഇടപെടലുകളിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആറ്റിങ്ങൽ പോലീസിനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ്, ആറ്റിങ്ങൽ CA അജയൻ, SIമാരായ ജിഷ്ണു, സലിം എന്നിവർക്ക് വ്യാപാര ഭവനിൽ വെച്ച് ആദരവേകി. ഇവിടെ ആറ്റിങ്ങൽ വന്നപ്പോൾ വളരെ നല്ല രീതിയിലൊരു സപ്പോർട്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു നാടാണെന്ന് മനസ്സിലായി. കാര്യം മറ്റെങ്ങും കിട്ടാത്ത ചില അഭിനന്ദനങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ ആറ്റിങ്ങൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഓണക്കാലത്ത് DYSPയുടെ നിർദ്ദേശാനുസരണം വളരെ നല്ല രീതിയിൽ ട്രാഫിക് നടപ്പിലാക്കണമെന്ന് എല്ലാ ദിവസവും സാറ് പറയുകയും അതനുസരിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെ മൊത്തം സെൻറ്ററിൽ ഏകദേശം ഒരു 1-ാം തീയതിക്ക് മുമ്പ് തന്നെ, പക്ഷേ ഈ ഓണം ബാലാഘോഷം കഴിയുന്നത് വരെ ഞങ്ങളുടെ മൊത്തം പോലീസ് പാർട്ടി, വേറെ ഒരു സ്റ്റേഷനിൽ ഞങ്ങൾക്ക് അഡീഷണൽ പാർട്ടിയൊന്നുമില്ല, കുറച്ച് പേര് ഈ 5-6 പേര് സ്ട്രൈക്കർ പാർട്ടി വല്ലപ്പോഴേ കിട്ടും. ബാക്കി സ്റ്റേഷനകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസർക്ക് ചെയ്യുന്ന മൊത്തം പോലീസ് പാർട്ടിയെയും ഈ റോഡിൽ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത്. നമ്മൾ ഓണക്കാലത്ത് ഇവിടെയുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക്. സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനിലെ മുഴുവൻ സ്ട്രെങ്തും നമ്മുടെ ഈ ട്രാഫിക്കിനായിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഈ അമിതമായ ട്രാഫിക്കിന് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിന് നമുക്ക് ഏകദേശമെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞത്. 1-2 വൈകുന്നേരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും വളരെ സുഗമമായിട്ടായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൽ 1-2 ദിവസം എനിക്ക് 2 ആക്സിഡന്റ് ഉണ്ടായി. നമ്മുടെ ഈ 3 മാസങ്ങളിലേക്ക് വണ്ടി വിടാൻ പറ്റിയില്ല. ആ ദിവസങ്ങളിൽ മാത്രമാണ് 2 ദിവസം അമിതമായൊരു ബ്ലോക്ക് ഉണ്ടായത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും മുഴുവൻ പോയിന്റുകളിലും പോലീസുകാരിൽ നിന്ന് വെയിലെന്നോ മഴയൊന്നും ഇല്ലാതെ സ്റ്റേഷനിലെ ഓരോ പോലീസുകാരും നിന്ന്, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്റ്റേഷനിലെ ഓരോ പോലീസുകാർക്കും ഈ ഒരു ആദരവ് ഞാൻ അർപ്പിക്കുകയാണ്. ഇപ്പൊ സാധാരണക്കാരനായ ഓരോ പോലീസുകാരനും ഓരോരുത്തരും സാധാരണക്കാരനാണ്. അപ്പോൾ യൂണിഫോമിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് മിക്കവാറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പോലീസുകാരിലും യഥാർത്ഥ മനുഷ്യരുള്ളത് കാര്യം എല്ലാവരും തിരിച്ചറിയും. സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ്, ട്രഷറർ അനിൽകുമാർ തുടങ്ങിയവരും മറ്റ് വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. എത്രയോ നാളുകളായിട്ട് കച്ചവടം ഇല്ലായിരുന്നത് ഈ തവണ കച്ചവടങ്ങൾ നടത്താനും പല റെസിഡൻസുകൾ, പല സ്കൂളുകൾ, പല ബാങ്ക്, പല ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഓണാഘോഷം ആഘോഷിക്കാൻ പറ്റി. യാതൊരു പരിക്കുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വഹിച്ചത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും പേടിയാണ് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരുവാനായിട്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ട്രാഫിക് സംവിധാനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, മണിക്കൂറുകൾ കാത്തുകിടന്നാണ് ഒരു വണ്ടി ഈ ടൗൺ കടന്നു പോകാനുള്ളത്. അതുകൊണ്ട് പലരും വിവിധ റൂട്ടുകളിലോട്ട് പോയി അത് പോകാൻ തിരുവനന്തപുരത്ത് പോകാനും അതുപോലെ അവിടെ നിന്ന് വരുന്നവർ കൊല്ലത്ത് പോകാനും ഒക്കെ ശ്രമിക്കുന്നൊരു കാഴ്ച നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് ഇത്തവണ ഈ ഓണം പ്രമാണിച്ച് വളരെ കൃത്യമായി ഒരു തടസ്സമുണ്ടാകാതെ നടത്തി തീർക്കുവാൻ ഇവിടുത്തെ ആറ്റിങ്ങൽ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ചടങ്ങിൽ വ്യാപാരി ശബ്ദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു.